ചേച്ചി ടോപ്പ് സിംഗറിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ സീത ലക്ഷ്മി. വെൽക്കം സീതകുട്ടി ഓൺ സ്റ്റേജ്. സീതകുട്ടിക്ക് ക്യൂട്ടി ഡെപ്യൂട്ടി സോപ്പ് നൽകുന്ന ഒരു സമ്മാനം മൊമെന്റ് ഓഫ് ദി ഡേ MJ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. വിളക്കുകൾ മിന്നി മുനിഞ്ഞപ്പോൾ പൂക്കണിയാടുമൊരാവണി വീട്ടിൽ പൂപ്പടയുണരുകയാ കരിവളയിളകിയ പൈപ്പുഴ പോലും മധുമോഹിനിയാ മാറിക്കുളിരിൻ നീലത്തുളസി കതിരുകൾ ഉലയുന്നു മലവള്ളിക്കൊടിലിൻ നീലക്കുയിലിൻ നറുമൊഴിയുതിരുന്നു. നീലാഞ്ജനമുണ്ടോ പനീർമുകിലേ കോലക്കുഴലുണ്ടോ ചോലക്കിളി നീലാഞ്ജനമുണ്ടോ പനീർമുകിലേ പൊന്നരളി പെണ്ണാണേ സിന്ദൂരക്കുറിയുണ്ടോ പൊന്നരളി പെണ്ണാണേ സിന്ദൂരക്കുറിയുണ്ടോ കതിരണി മലയുടെ ഇപ്പുറം ഇന്നൊരു മോഹസംഗ്രമം കളിച്ചിരി വട്ടമൊരുക്കുകയായി പൂമ്പുലരി മണിമുത്തു കുരുക്കുകയായി സ്വരഗതികൾ മാറിക്കുളിരിൻ നീലത്തുളസി കതിരുകൾ ഉലയുന്നു മലർവള്ളിക്കൊടിലിൻ നീലക്കുയിലിൻ നറുമൊഴിയുതിരുന്നു. തിരുദേവി കുന്നിന്മേൽ പൊന്മയിലാട്ടം നാടോടിക്കാറ്റിൻ കേളിക്കൈയിൽ തിരുദേവി കുന്നിന്മേൽ പൊന്മയിലാട്ടം ചിറ്റാടത്തുമ്പത്തും ചിറ്റോലത്തുഞ്ചത്തും ചിറ്റാടത്തുമ്പത്തും ചിറ്റോലത്തുഞ്ചത്തും മെല്ലെ പൊഴിയുമൊരിത്തിരി മഞ്ഞിൻ വന്നരിഞ്ചിയിൽ മെല്ലെ പൊഴിയുമൊരിത്തിരി മഞ്ഞിൻ വന്നരാതിയിൽ പുഞ്ചിരി വട്ട
ഒരുക്കുകയായി പൂങ്കുലരി മണിമുത്തു കൊരുക്കുകയായി സ്വരജതികൾ മാറിക്കുളിരിൻ നീലത്തുളസി കതിരുകൾ ഉലയുന്നു മലർവള്ളിക്കൊടിലിൻ നീലക്കുയിലിൻ നറുമൊഴിയുതിരുന്നു. മുട്ടായൊക്കെ കംപ്ലീറ്റ് കംപ്ലീറ്റിൽ ഒരെണ്ണം കഴിച്ചു. ഒരെണ്ണമാണോ? ഒരെണ്ണേ ഉള്ളേ. ആ മോള് ഇവിടെ 10-12 അതെല്ലാവർക്കും കൊടുത്തില്ലേ ഞാൻ? ആർക്ക് കൊടുത്തില്ല, എല്ലാരും കൂടി വാരി എടുത്തോണ്ട് പോയി. വാരി എടുത്തോണ്ട് പോയി മുഴുവൻ മിണുങ്ങിയിട്ടിരിക്കുക. ഞാൻ ഒരെണ്ണം കഴിച്ചല്ലേ, സത്യമായിട്ട് ഒരെണ്ണം. ഇവിടെ വേറൊരാളും ഉണ്ട്, ഉമ്പിടി. ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവന, പിന്നെ വേറൊരെണ്ണത്തിനും ഭയങ്കര ജീവന. അത് ഞാൻ പറയില്ല. അല്ല, വേറൊരു സാധനം കൂടെ ഭയങ്കര ജീവന, അത് ഞാൻ പറയില്ല, ഒരിക്കലും പറയത്തില്ല. എന്താണെന്നറിയാലോ? അറിയാമല്ലോ എന്താണ്? എനിക്കറിഞ്ഞു. ഞാൻ പറയില്ല. ഞാൻ ചുമച്ചതാ. ചേടാ മിമിക്രി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. നന്നായിട്ട് പാടിയാട്ടോ, വെരി ഗുഡ്, നല്ലൊരു കൈ. ഇന്നൊരു കോൺഫിഡൻസ് ലെവലൊരു ശകലം അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നിൽക്കുന്നു. അതെന്താണത്? കാരണം ഒരുപാട് പോർഷൻസ് വളരെ നന്നായിരുന്നു, ഗംഭീരമായിരുന്നു. പക്ഷെ ചില സ്ഥലങ്ങൾ വരുമ്പോഴത്തേക്കൊരു അങ്ങനാണോ ഇങ്ങനാണോ എന്നൊരു തോന്നല്. ശരിക്കും പഠിച്ചില്ലായിരുന്നു അതോ? പഠിച്ചു, ലിറിക്സ് ആണ്, ഒരു ഒരുപാട് കൺഫ്യൂഷൻ. വാക്കുകള്. ശരിക്കും ലിറിക്സിന് കൺഫ്യൂഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് പാട്ടിൽ അത് പറ്റി. ഒരുപാടൊന്നും ഇല്ല, ഞങ്ങളിങ്ങനെ വളരെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്നോണ്ട് ഇങ്ങനെ അറിയുന്നതാണ്, അല്ലെങ്കിൽ അറിയില്ല. നന്നായിട്ട് പാടി ബ്യൂട്ടിഫുൾ ആയിട്ട്, നല്ല വോയിസ് ഒക്കെ നല്ല കൺട്രോൾ ആയിരുന്നു. എങ്കിൽ ഈ ലിറിക്സിന് സംശയം വരുമ്പോഴത്തേക്ക് നാച്ചുറലി അവിടെ പാടുമ്പോഴത്തേക്ക് ലിറിക്സ് ശ്രദ്ധിക്കുമ്പോൾ പാട്ട് പോവും, പാട്ട് ശ്രദ്ധിക്കുമ്പോൾ ലിറിക്ക് പോവും. അങ്ങനെയുള്ള ഒരു എന്താണ്, ഒരു പോയിന്റിൽ ഇങ്ങനെ ഒരു ടിക് 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 എന്ന് പറഞ്ഞ ഒരു പോയിന്റിനകത്തായിരുന്നു ഇന്ന് സീതൂട്ടി നിന്നത്. സീതൂട്ടിക്ക് ഇതുവരെ ഇരട്ടപ്പേരൊന്നും ഇട്ടില്ലേ? അയ്യോ ഇല്ല, ഇട്ടിട്ടില്ല. അയ്യോ ഇട്ടില്ല. വേണം ഇടാൻ വരണം. വേണം, നമുക്ക് എല്ലാവർക്കും ഒരു ഇഞ്ചക്ഷൻ കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ നിനക്കും വേണം. എല്ലാവർക്കും ഓരോ വാക്സിനേഷൻ വാക്സിനേഷൻ. അപ്പൊ നമ്മൾ നോക്കി കണ്ടുപിടിക്കാം. കാരണം പുത്തൻ പേരൊക്കെ അറിഞ്ഞല്ലേ. ചുമ്മാ എന്നെ മോളെ അപ്പൊ എന്തായാലും മോടെ പാട്ട് വളരെ നന്നായിരുന്നു. കൂടുതലൊന്നും പറയാനില്ല കേട്ടോ, കാരണം അങ്ങനെ ഒരുപാട് മിസ്റ്റേക്സ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഒരു പതർച്ച വന്നിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ, ഞാൻ ഒരു കൺഫ്യൂഷൻ. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ തകർത്തു. ഓക്കെ മോളെ, സീതക്കുട്ടി അസ്സലായിട്ട് പാടി. എനിക്ക് തോന്നിയ ഒരു സംഭവം എന്ന് പറയുന്നത്, ടെമ്പോ കീപ്പപ്പ് ചെയ്യാനായിട്ട് ഫസ്റ്റ് പല്ലവിയിൽ ടെമ്പോ കൃത്യമായിട്ട് കീപ്പപ്പ് ചെയ്യാൻ പറ്റിയില്ല. അത് കുറച്ചും കൂടെ ആ നോട്ട്സ് കറക്റ്റായിട്ട് ഡിഫൈൻഡ് ആയിട്ട് പാടിയ സൂപ്പറായി. അല്ലേ? അല്ലേ? ഇങ്ങനെ തെറിച്ച് പാടുന്നത് അല്ലേ? അത് കുറച്ചും കൂടെ ഇങ്ങനെ തെറിച്ച് പാടുന്നത്, അപ്പോഴാണ് അത് റിതമിക്കായിട്ട് ഫീൽ ചെയ്യുള്ളൂ. എന്ന് പാടുന്നതിന്റെ ഉള്ള അങ്ങനെ അയഞ്ഞു പോയത് നല്ല ടൈറ്റായിട്ട് നിൽക്കണം. ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് പല്ലവിയാണ്, അത് അങ്ങനെ ഹിറ്റ് ചെയ്യണം അവിടെ ടാച്ചിട്ട്. കമോൺ, അങ്ങനെ പാടും. നീലത്തുളസി കതിരുകൾ ഉലയുന്നു മലർവള്ളിക്കൊടിലിൻ നീലക്കുയിലിൻ നറുമൊഴിയുതിരുന്നു. അങ്ങനെ റിതമിക്കായിട്ട് പാടുമ്പോഴത്തേക്കും ആ പാട്ടിന്റെ കാരിക്കേച്ചർ കുറച്ചും കൂടെ കൃത്യമായിരിക്കും. മറ്റേത് കുറച്ച് അയഞ്ഞു പോലെയാണ്. മേക്ക് ഇറ്റ് ടൈറ്റ്, വെരി ടൈറ്റ്. ഇങ്ങനെ ഒരുപാട് ലിറിക്കുള്ള പാട്ടല്ലേ, തകതിമ്മി തകച്ചെണ്ണു ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോ ചരണത്തിലാണ് ശരിക്കും ലിറിക്കിന് സംശയം വന്നത് കൂടുതൽ. അപ്പോഴത്തേക്കും അവിടെ കുറച്ചൊന്ന് സംശയിച്ചു. അത് നാച്ചുറലാണ്, സാരമില്ല. പക്ഷെ എന്നാലും അത് പാട്ടിനെ പാടിയതിനെ എഫക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു ചെറിയൊരു മൈനസ് നമുക്ക് പറയണമെങ്കിൽ അത് മാത്രമാണ് പറയാൻ പറ്റുന്നത്. ഓസംലി ടാലന്റ് ആണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒരുപാട് ഡോക്ടർ അമ്മിണിയില്ലേ അന്ന് വന്ന് എന്റെ സുഹൃത്ത്, ഭയങ്കര ഫാനാണ് കേട്ടോ. അവിടെ വീട്ടിലേക്ക് പോയിരുന്നില്ലേ അമ്മിണിയുടെ? അവിടെ ഡോക്ടർ അമ്മിണിയുടെ വീട്ടിൽ പോയി അവിടെ ഡോക്ടറായിട്ട് ചികിത്സയൊക്കെ ചെയ്തു അല്ലേ? മറ്റേ സ്റ്റെതസ്കോപ്പ് ഒക്കെ വെച്ച് കലക്കി. ഓക്കെ സീത എന്തോ കലക്കി.
എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ശ്രുതിയല്ലേ, നിന്റെ വോയിസിൽ അത് ഒരു നിറഞ്ഞിരിക്കും. ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ സജ്ജമം അങ്ങനെ എപ്പോഴും അത് അങ്ങനെ ഒരു ഫുള്ളായിട്ടിരിക്കും. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അഫ്കോഴ്സ് ചില ഈ വാക്കുകളുടെ ടെൻഷൻ കൊണ്ടാണ് ഈ സ്ഥാനങ്ങളിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആവാന്ന് അവർ പറഞ്ഞത് കറക്റ്റാണ്. പക്ഷെ എന്നാലും എനിക്ക് ആ ഒരു ഫ്ലോ ഇല്ലേ, ആ പാട്ട് മുഴുവൻ സ്റ്റാർട്ട് ടു ഫിനിഷ് ഒരു നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. ഇത്ര വാക്കുകൾ നമുക്ക് കാണാപ്പാടം പഠിക്കണ്ടേ അല്ലേ, അത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ കണ്ടു പഠിക്കുമ്പോ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാ ചിലപ്പോ. അത് പുതിയ പാട്ടെങ്കിലല്ലേ എന്നിട്ട് എന്ന് വെച്ചാൽ നമുക്ക് ആ ഫ്ലോ കിട്ടാൻ വേണ്ടി നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 20-25 ടൈംസ് അങ്ങനെ പാടി പാടി ശീലമാവണം. അതിന്റെ സമയം കിട്ടിയില്ലെങ്കിൽ കുറച്ച് ഇങ്ങനത്തെ ടെൻഷൻ വരും. അത് യഥാർത്ഥമാണ്, കുഴപ്പമില്ല കേട്ടോ. ബട്ട് യു ഡിഡ് യുവർ ബെസ്റ്റ് ടുഡേ. അതാണ് അത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കാം. സീതയ്ക്ക് അത് 100% പെർഫെക്റ്റ് ആയിട്ട് പാടാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷെ ഗിവൻ ഈ ഒരു സർക്കംസ്റ്റൻസിൽ ഇത്രത്തോളം പാടിയത് ഒരു വലിയ കാര്യമാണ്. സൂപ്പർ സീത, ഐ ലൈക്ക്. സീതക്കുട്ടി എന്തോ ആസ് ഓൾവേസ് നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. ഭയങ്കര സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ഒരു സിനിമയിലെ ഒരു ഹിറ്റ് പാട്ടാണ് അല്ലെ. കൗരവർ സിനിമയിലെ SP വെങ്കടേഷ് സാറ് മ്യൂസിക് ചെയ്ത ചിത്ര ചേച്ചി പാടിയ പാട്ട് ഗംഭീരമായിട്ട് തന്നെ പാടിയേട്ട. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോലെ തന്നെ ടോട്ടലി ആ ഒരു ജോഷ് ഒക്കെ ഉണ്ടായിരുന്നു പാടാൻ നേരത്ത്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ പറഞ്ഞ പോലെ സീതക്കുട്ടിയുടെ മുഖത്തും ആ ഒരു ലിറിക്കിന്റെ തെറ്റുമോ അതോ ഇത് തന്നെയാണോ അടുത്ത വരി എന്നുള്ള ഒരു സംശയത്തിന്റെ നിഴൽ മുഖത്തുണ്ടായിരുന്നു അല്ലേ. അത് ചെറുതായിട്ട് ഉണ്ടായിരുന്നു. അതിന്റെ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു കുഞ്ഞി അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് പാട്ട് പാടിയതൊക്കെ ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. പിച്ചിങ് ഒക്കെ ഓൾമോസ്റ്റ് ഒക്കെ ഈ പറഞ്ഞ പോലെ എല്ലാം നന്നായിട്ട് തന്നെ കീപ്പ് ചെയ്തു. സോ ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഇങ്ങനത്തെ നല്ല നല്ല പെർഫോമൻസ് നല്ല നല്ല പാട്ടുകളായിട്ടൊക്കെ വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്തോ So your grade is going to be announced now. Siddhakudi is going to be awarded the 855 today. ആടി മക്കളെ ഒരു പൂക്കുറ്റി. Congratulations, you are awarded 855. Wow and wow. സീതക്കുട്ടി ടാറ്റാ.